അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് സമയമില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. കുറേ പടങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. പഴയ പടങ്ങളും പുതിയ പടങ്ങളും OTT ഇറങ്ങിയിട്ടുള്ള പടങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് ഇത്തിരി സമയം കിട്ടിയ കാരണമാണ് റിവ്യൂ ചെയ്യുന്നത്. ബാക്കിയുള്ള പടങ്ങളൊക്കെ ഇനി എപ്പോൾ റിവ്യൂ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുറേ പേര് റിവ്യൂ ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ റിവ്യൂ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ റിവ്യൂവിന് കുഴപ്പമില്ലാത്തൊരു റീച്ച് കിട്ടുന്നുണ്ട്. ഒരു വീഡിയോ 11K ഒക്കെ കഴിഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്താനത്തിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ DD റിട്ടേൺസിൻ്റെ ആ ഒരു ടൈപ്പ് പോലത്തെ ഒരു പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേത വീട്ടിൽ കയറിയിട്ട് പിന്നെ അവിടുന്ന് രക്ഷപ്പെടുന്ന നായകനും നായികയും കൂട്ടുകാരന്മാരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരിൻ്റെ അങ്ങനെയുള്ള ഒരു സാധനം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് രസകരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ സിനിമ ഉണ്ടാക്കിയിട്ട് ആ സിനിമയുടെ ഉള്ളിലത്തെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ കുറേ സിനിമകളുടെ സ്പൂഫ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പൂഫ് പടം ചെയ്തിട്ട് തമിഴിലൊരു പടമുണ്ട്, തമിഴ് പടം 2 എന്ന് പറഞ്ഞിട്ട്. ആ പടം ജാതി രസമാണ് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ചളിയാണ് ആ പടം. ഈ പടം വൺ ചളിയാണ്. പ്രത്യേകിച്ച് ചിരിക്കാനുള്ള സാധനമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ചളി കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, ചളിയല്ല വെറുതെ കാണാം എന്നുള്ള ഒരു ലെവലിൽ മൂഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പടം കണ്ടാൽ മതി. ചിലപ്പോൾ മിക്കതും ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചളികൾ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. ഭയങ്കര ഓവറായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. ഇവരുടെ ഈ ചളികൾ കാണിക്കണം, ഇവരുടെ ഈ കോപ്രായങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പടം കാണാം. അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർക്ക് വേറൊരു പണിയിൽ വെറുതെ ഇരിക്കുകയാണ്, മൂഡില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. പക്ഷെ കുറേ പേര് ഈ പടം സെർച്ച് ചെയ്ത് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ സിനിമകൾ, ഫേമസ് ആയിട്ടുള്ള കുറേ സിനിമകൾ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ ഈ പടം കാണാൻ വേണ്ടിയിട്ട് പോകും. കാരണം അമ്മമാർ കുറേ സാധനങ്ങൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു നടി ചേച്ചീനെ കണ്ടപ്പോൾ, വലിയ ചേച്ചിയില്ല അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടീനെയും നടീനെ കണ്ടപ്പോൾ വിചാരിച്ചു ഇതെന്തിനിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കണം. ശരിക്കും നടിയാവേണ്ട പെണ്ണും അനിയത്തിയാവേണ്ട പെണ്ണും നടി അയക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മാറും, കറക്റ്റാണ്. പിന്നെ കാസ്റ്റിംഗ് എന്ന് മനസ്സിലാവും. കാസ്റ്റിംഗ് ഇത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. സന്താനം, നമ്മുടെ ഗൗതം വാസുദേവൻ, പിന്നെ അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത കാസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ പടത്തിൽ അഭിനയിച്ചേക്കണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇവർക്കൊരു ടൈം പാസിന് വേണ്ടി അഭിനയിച്ചതാന്ന് തോന്നുന്നുണ്ട് ഈ പടത്തിൽ. അപ്പോൾ OTT ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും തിയേറ്ററിൽ ഇപ്പോൾ കളിക്കണമെന്ന് എനിക്കറിയില്ല. OTT ഇറങ്ങിയ കാരണം വെറുതെ സമയമൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്തായാലും ഇരുന്ന് കാണാൻ തോന്നും, ബോറടിക്കില്ല നമുക്ക് ഈ പടം. പക്ഷെ ഇതിലൊന്നും ഇല്ല, അതാണ് ഹൈലൈറ്റ്. കുറേ കോപ്പറേറ്റങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു പടം. അങ്ങനെ കുറേ കോമളിതരങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പടം ഇഷ്ടമാവും. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ മാക്സിമം വരാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ദെൻ ബൈ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ബൈ.